Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ ആദ്യം നമുക്ക് യു എസ് മാർക്കറ്റിലെ ഒരു ട്രേഡിങ്ങിലോട്ട് പോകാം. യു എസ് മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു താരിഫുമായി സംബന്ധിച്ച് വില ആശങ്കപ്പെടുത്തുന്ന വാർത്തകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ മാർക്കറ്റ് ഒരു പോസിറ്റീവായ രീതിയിൽ തന്നെ ഇന്നലെ ഒരു പ്രകടനം കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും പ്രധാനപ്പെട്ട സൂചികയിലൊക്കെ തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇന്നലെ നോക്കുമ്പോഴത്തേക്കും ഒരു 1.2% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ S&P 500 2% മുകളിലേക്കുള്ളൊരു നേട്ടം രേഖപ്പെടുത്തി. നാസ്ഡാക്കിൽ ഇന്നലെ 2.74% മികച്ച ഒരു മുന്നേറ്റവും കാണാൻ സാധിച്ചിരുന്നു. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്? സോ വിഷ്ണു, നമുക്കറിയാം അമേരിക്കൻ മാർക്കറ്റിൽ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു കൺസോളിഡേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോഴും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 40,900 അതിനുശേഷം 41,600 പോയിന്റ്. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ കുറെ കൂടെ ശക്തി കാണാൻ സാധിച്ചു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ പോലും ഇപ്പോഴും നിലവിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 19,600 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 20,400 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ്. 20,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കമ്മോഡിറ്റി മാർക്കറ്റാണ്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ബ്രെൻഡ് ക്രൂഡ് ഏകദേശം 0.5% അടുത്തൊരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ക്രൂഡ് ഓയിലും സമാനമായൊരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കമ്മോഡിറ്റിയിൽ ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കാണാൻ സാധിക്കുന്ന $65.50. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ WTI ക്രൂഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ഈ WTI ക്രൂഡ് $61 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് വളരെ വളരെ റിസ്കി ആയിരിക്കും. ഇനി കമ്മോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഗോൾഡ് അടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഗോൾഡ് നമ്മൾ നോക്കുമ്പോൾ ജനുവരി തൊട്ട് തുടങ്ങിയ ഒരു ബുള്ളിഷ്നെസ്, അല്ലെങ്കിൽ ആ ഒരു ജനുവരി തൊട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 30%-ൻ്റെയൊക്കെ ഒരു നേട്ടം ഓൾറെഡി ഗോൾഡ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഗോൾഡിൽ ഇനി അങ്ങോട്ട് താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 10-15 ദിവസമായിട്ട് ഞാൻ പറയുന്ന സ്റ്റാൻഡിൽ വ്യത്യാസമില്ല. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ നമുക്ക് ലോ റിസ്കിൽ ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 2,250 അമേരിക്കൻ ഡോളറിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ ഒത്തിരി വോളറ്റിലിറ്റി സ്വർണത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് കഴിഞ്ഞ കുറച്ച് തുടർച്ചയായ ദിവസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തി വന്നിരുന്ന ഒരു നിഫ്റ്റി 50 അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഒരു നേരിയ തോതിലെങ്കിലും അല്ലെങ്കിൽ ഒരു 0.5% താഴെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചത്. മാർക്കറ്റിലെ ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വൈസ് രീതിയിലായിരുന്നു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വോളറ്റാലിറ്റി ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഒരു നിഫ്റ്റി 50യുടെ ഒരു ട്രേഡിങ്ങിന് ശേഷം ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന നിഫ്റ്റി 50യുടെ ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. സോ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു നമുക്ക് മേജർ ബോട്ടം മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അതിനുശേഷം ഏകദേശം 16 ദിവസം തുടർച്ചയായിട്ട് 16 കാലണ്ടർ ഡേയ്സ് തുടർച്ചയായിട്ട് നിഫ്റ്റി 50യിൽ നമുക്ക് നേട്ടം കിട്ടിയിരുന്നു. സോ നാച്ചുറലി നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ വളരെ ചുരുക്കം ഷെയർസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുള്ളൂ.
ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഇതെല്ലാം ട്രേഡിംഗ് തുടങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു സൈഡ് വൈസ് രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 2:30ക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ആളുകളൊരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റി എടുത്തിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. സോ ഇന്നലെ നമുക്കൊരു നേരിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. ബട്ട് ഒരു ക്ലോസിംഗ് ആകുമ്പോഴേക്കും കാര്യമായിട്ട് ഒരു ഇടിവില്ലാതെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 55,000 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഓൺ ദ അതർ ഹാൻഡ് 55,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ വീണ്ടും കുറെ കൂടെ അപ്സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പവർ ഗ്രിഡ് ആണ്. ഇന്നലെ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് പവർ ഗ്രിഡ് ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 314 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു സ്റ്റോക്ക് സെപ്റ്റംബറിൽ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ ഒരു 15% നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് ഈ ഒരു സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. ഈ മാസവും നമുക്ക് ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. പവർ ഗ്രിഡിനെ സംബന്ധിച്ച് ഒരു ന്യൂസ് ഉള്ളത്, കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ പവർ ഗ്രിഡ് എനർജി സർവീസസ് മധ്യപ്രദേശിൽ ഒരു 85 മെഗാവാട്ടിൻ്റെ സോളാർ PV പവർ പ്ലാന്റ് വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമാക്കി എന്നൊരു ന്യൂസും ലഭ്യമായിട്ടുണ്ട്. പവർ ഗ്രിഡിൽ ഇനിയൊരു താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പവർ ഗ്രിഡ് ആദ്യം തന്നെ ഓർക്കേണ്ടത്, ഇറ്റ്സ് എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി ആൻഡ് ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് കമ്പനി. ബട്ട് മാർച്ച് മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കും. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ഷോർട്ട് ടേമിന് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 318 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 330-ഉം 340-ഉം ആയിരിക്കും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കണ്ടെയ്നർ കോർപ്പറേഷനാണ്. ഇന്നലെ ഒരു 0.8% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 707 എന്നാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്നൊരു സ്റ്റോക്ക് ഇന്നലെ കഴിഞ്ഞൊരു മാസം എന്നാൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഈ ഒരു സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ തുടർച്ചയായുള്ള ഒരു ഇടിവിൻ്റെ ബോട്ടം കണ്ടോ? സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? വിഷ്ണു, നമ്മൾ കണ്ടെയ്നർ കോർപ്പറേഷന്റെ കേസിലും മാർച്ച് മാസത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം കാണാൻ സാധിച്ചു 600 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം വളരെ സ്ലോ ആയിട്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടന്നിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് 680-ഉം 740-നും ഇടയ്ക്ക് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 740-ന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്നും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70-80 റുപ്പീസിന്റെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ കാണാൻ സാധിക്കും. കണ്ടെയ്നർ കോർപ്പറേഷൻ്റെ ഒരു ന്യൂസ് കൂടി ഇപ്പോഴൊന്ന് ഷെയർ ചെയ്യുകയാണ്. കമ്പനി പുതിയൊരു ഓർഡർ ഗെയിലുമായിട്ട് ഇപ്പോൾ കരാറ് ഒപ്പിട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ വിവിധ കോൺകോർ ടെർമിനലുകൾ LPG അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഓർഡർ ആണ്, അല്ലെങ്കിൽ ഒരു കരാറിലാണ് ഗെയിലുമായിട്ട് ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത്. സാർ, ഇനി അടുത്തൊരു സ്റ്റോക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത് IT സെക്ടറിൽ നിന്നുള്ള വിപ്രോയാണ്. വിപ്രോയെ പറ്റി നോക്കുമ്പോൾ AI നവീകരണം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പുതിയ കൺസൾട്ടൻറ്റ് കമ്പനി ബാംഗ്ലൂരിൽ ആരംഭിക്കുമെന്ന് കമ്പനിയുടെ CEOയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്കിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വിപ്രോ ലിമിറ്റഡ് ഇപ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായി അല്ലെങ്കിൽ തുടർച്ചയായ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗുമാണ് എടുത്തിരിക്കുന്നത്. വിപ്രോയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിപ്രോയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് ഒരു പുതിയ 52 വീക്ക് ലോ 228 രൂപയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഷോർട്ട് കവറിംഗ് നടക്കാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 250. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 270 രൂപയിലാണ് കാണുന്നത്.
ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗുഡ് ഇയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 899 എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ജൂലൈയിൽ 1401 എന്നുള്ളൊരു പ്രൈസിലുമായിരുന്നു ഓൾ ടൈം ഹൈ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് തുടർച്ചയായ ഒരു ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്തെങ്കിലും ഈ ഒരു മാസം ഇപ്പോൾ ഒരു 10% നേട്ടം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇതിന്റെ കേസിൽ മറ്റ് ടയർ കമ്പനീസോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ നല്ല ബൈങ് ഇൻട്രസ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ 920 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 935, 970, 990, 1000 രൂപ. ഇനി ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിലുള്ളത് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിൻ്റെ ഒരു ട്രേഡിംഗ് ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ അതായത് ഫെബ്രുവരി തൊട്ട് ഈ ഒരു സ്റ്റോക്ക് ഫെബ്രുവരി, മാർച്ച് ഈ മാസം ഇപ്പോൾ തുടർച്ചയായ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആക്സിസ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ആക്സിസ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഈ ഫോറത്തിൽ 2-3 ആഴ്ചകളായിട്ട് സംസാരിക്കുന്ന മേജർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, അതായത് HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 3 ദിവസം കണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ 1223 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള ഒരു റെസിസ്റ്റൻസ് 1240, 1280, അതിനുശേഷം 1300 ആയിരിക്കും. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള സ്റ്റോക്കാണ്. അദാനി എൻ്റർപ്രൈസിനെ പറ്റിയാണ് അറിയേണ്ടത്. നിലവിൽ 2442 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മളൊരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മന്ത് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു ഡിസംബർ 2022 എന്നുള്ളൊരു സമയമാണ്. അതിനുശേഷം ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 40% ഇടിവ് രേഖപ്പെടുത്തിയ ലെവലിലാണ് അദാനി എൻ്റർപ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2290 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 2586, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 2680 രൂപ. സോ ഒരേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, എല്ലാ അഡാനി സ്റ്റോക്സിന്റെ കേസിലും വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ കമ്പനിക്ക് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടെന്നുള്ള ഒരു കാര്യം മറക്കരുത്. ബട്ട് എങ്കിലും ഈ കമ്പനികൾക്കൊക്കെ തന്നെ നല്ല ക്യാഷ് ഫ്ലോ ഉണ്ട്, നല്ല ബിസിനസ് ഉണ്ട്. ബട്ട് എങ്കിലും വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ വോളറ്റിലിറ്റി. ഇനിയൊരു സ്റ്റോക്ക് ഇപ്പോൾ ഫോക്കസിലുള്ളത് ടാറ്റ പവറിനെ പറ്റിയാണ് അറിയേണ്ടത്. ടാറ്റ പവറിൽ നമുക്ക് ഇനിയൊരു ടേക്ക് സാറിൻ്റെ എന്താണ്? ടാറ്റ പവറിൻ്റെ ഒരു ട്രേഡിംഗ് നമുക്ക് എന്തായാലും നോക്കാം. കഴിഞ്ഞൊരു ടാറ്റ പവറിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടാറ്റ പവറിൽ ഇപ്പോഴൊരു ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഏകദേശം ഒരു 0.5% അടുത്തൊരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 396 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് കാണുന്നത്. ടാറ്റ പവറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ പവറിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു മൊമെന്റത്തിന് വേണ്ടി പ്ലേ ചെയ്യുകയാണെങ്കിൽ ടാറ്റ പവറിന്റെ കേസിൽ നമുക്ക് ഒരു അതിശക്തമായിട്ട് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തിനിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മൂവ്മെന്റും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിളും നമ്മൾ ലോങ് ടേം ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നോക്കുകയാണെങ്കിൽ മാത്രം ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുക. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 412 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 440. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് 1.27% ഒരു ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 182 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് 298 എന്നുള്ളൊരു ഓൾ ടൈം ഹൈ ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത് ജൂലൈയിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞൊരു മാസം പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക് നടത്തിയത്.
ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കേസിൽ നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് മാർച്ച് മാസത്തിൽ ഇത്രയും വലിയൊരു നേട്ടം നമുക്ക് കാണാൻ സാധിച്ചതിനെ തുടർന്ന് നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 176 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെയുള്ള ഒരു സ്റ്റോക്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ പറ്റിയാണ് അറിയേണ്ടത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് കാഴ്ചവെച്ചത്. 26 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായ ഒരു കൺസോൾട്ടേഷൻ എന്നൊരു രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. And we can see that both a short and long-term trend, bullish ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത്. ആദ്യം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഇത് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ അറ്റ് കറന്റ് ലെവൽസ് നമുക്ക് ഈ സ്റ്റോക്കിൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. ഇതിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 26 രൂപ 75 പൈസ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 27 രൂപ, അതിനുശേഷം 27 രൂപ 75 പൈസ, 28 രൂപ 25 പൈസ, 28 രൂപ. ഇനി ഒരു സ്റ്റോക്കിനെ പറ്റി അറിയേണ്ടത് നിഫ്റ്റി 50 ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. 0.1% ഒരു നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 1301 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ താങ്കളുടെ ഇനി ഒരു ടേക്ക് എന്താണ്? സോ റിലയൻസ് ഇൻഡസ്ട്രി ആക്ച്വലി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം നമ്മളെ ഒത്തിരി നിരാശ സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രി. ആൻഡ് സെപ്റ്റംബർ മാസത്തിന് ശേഷം നിഫ്റ്റിയുടെ വീഴ്ച നയിച്ച ഒരു സ്റ്റോക്കായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രി. എങ്കിലും നിഫ്റ്റി 50യോടൊപ്പം തന്നെ മാർച്ച് തുടക്കത്തിൽ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുമുണ്ട്. ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് രണ്ടെണ്ണം കാണുന്നത് ആദ്യത്തെ 1320 അതിനുശേഷം 1360. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നല്ല ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സെല്ലോ വേൾഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നവംബർ 23 അല്ലെങ്കിൽ ആ ഒരു നവംബർ മാസത്തിൽ 2023 ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റിങ്ങിനായിട്ട് മാർക്കറ്റിൽ വന്നിരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ജൂലൈ 2024 എന്നാൽ ആ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് അങ്ങോട്ടൊരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു സ്റ്റോക്കിനുണ്ടായിരുന്നത്. തുടർച്ചയായ ഒരു ഇടിവായിരുന്നു പല മാസങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ സെല്ലോ വേൾഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവൽ 604 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 660 അതിനുശേഷം 740. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ദേവയാനി ഇൻ്റർനാഷണൽ ആണ്. നിലവിൽ ഇന്നലെ ഒരു 2% നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് എടുത്തത്. 179 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ദേവയാനി ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 185 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് രണ്ട് ഇമീഡിയറ്റ് ലെവൽസിൽ തന്നെ റെസിസ്റ്റൻസ് കാണുന്നത് 190 200. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വാരി എനർജീസ് ലിമിറ്റഡ് ആണ്. വാരി എനർജി നോക്കുമ്പോൾ ഇന്നലെ 5% ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ വലിയ തോതിലൊരു ഇടിവുണ്ടായിരുന്നു. 2839 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാരി എനർജീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ വാരി എനർജി അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ഇന്നലത്തെ ആ ഒരു വീഴ്ചയെ ഞാൻ ഇടിവെന്ന് ക്ലാസിഫൈ ചെയ്യത്തില്ല. ഇറ്റ് വാസ് നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്.
ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 7 ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലോ ലെവൽ എന്ന് പറയുന്നത് 1863 രൂപയാണ്. ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് 3116 രൂപ വരെ എത്തിയിരുന്നു. സോ നാച്ചുറലി ഇത്രയും വലിയൊരു കയറ്റത്തിനെ തുടർന്ന് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ലെവൽസ് ആദ്യത്തെ 2800, രണ്ടാമത്തെ 2600, അതിനുശേഷം 2500. ഈ 3 ലെവൽസിൽ സ്റ്റോക്കിന് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം വരും ദിവസങ്ങളിൽ ലഭിക്കും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പ്രദീപ് ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 2022 ഒരു ലിസ്റ്റിങ്ങിന് ശേഷം ഒരു മികച്ച പ്രകടനമാണ് ഇതുവരെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇതിന് മുമ്പുള്ള ഒരു ഓൾ ടൈം ഹൈ ജനുവരിയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഫെബ്രുവരിയിൽ ഒരു 22% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ ഒരു മാർച്ചിൽ 19% ഒരു നേട്ടവും ഈ ഒരു മാസം ഓൾറെഡി ഒരു 40% ഒരു നേട്ടവും രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ് സാറിൻ്റെ? പരാതി ഫോസ്ഫേറ്റ്സ് മാർച്ച് മാസത്തിലായിരുന്നു ബോട്ടം ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് മാർച്ച് അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്കിന്റെ ലോങ് ട്രെൻഡ് രണ്ടിലും നമുക്കൊരു റിവേഴ്സൽ കാണാൻ സാധിച്ചത്. അതിശക്തമായിട്ടൊരു മൂവ്മെന്റാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു റിസ്ക്കും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 148 രൂപയുടെ റെസിസ്റ്റൻസ് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 156, 160, 166. ഇനിയൊരു സ്റ്റോക്കിനെ പറ്റി അറിയേണ്ടത് FMCG നിന്നുള്ള ഒരു സ്റ്റോക്കിനെ പറ്റിയാണ് അറിയേണ്ടത്. നമുക്ക് ITC പറ്റിയാണ് അറിയേണ്ടത്. ITC ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു 0.1% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 430 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. ITCയിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്? ITCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ആദ്യം തന്നെ 440 അതിനുശേഷം 455 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗുജറാത്ത് പൈപ്പാവ പോർട്ട് ലിമിറ്റഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേരിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്? സോ ഗുജറാത്ത് പിപ്പാവ പോർട്ടിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 157 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 168-ലും 179-ലും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അമരരാജയാണ്. അമരരാജയെ പറ്റി നമ്മളൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് അമരരാജയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് ക്ഷമിക്കണം സാർ, ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. അമരരാജയിൽ താങ്കൾക്ക് ഡാറ്റ ലഭ്യമാണെങ്കിൽ ഒന്ന് പറയാം, ഇനി വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന്. അമരരാജ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് വലിയൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേമിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1105 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 1200 രൂപയിലാണ്. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ മാർക്കറ്റ് പ്ലസിൻ്റെ പ്രേക്ഷകർക്കായി ഇന്ന് പങ്കുവച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമാണ്. ഇതുപോലത്തെ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ഉള്ള ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മുടെ മൈഫിൻ ടിവിയുടെ ആപ്പിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. പ്രേക്ഷകർ തുടരുക. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.